നമസ്കാരം. കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടപടിയെടുക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രശ്നപരിഹാരത്തിന് വേണ്ടുന്ന മാർഗമറിയാൻ ISRO ചെയർമാൻ S സോംനാഥുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. ബാംഗ്ലൂരുവിലെ ISRO ആസ്ഥാനത്തെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ISROയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാസ്ത്രീയവും സാങ്കേതികപരവുമായിട്ടുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടന്നുവെന്ന സമൂഹമാധ്യമത്തിൽ ISRO ചെയർമാനും മറ്റ് ശാസ്ത്രജ്ഞന്മാരും കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ജനങ്ങളെ ഇക്കാര്യം സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും തകരാം എന്ന നിലയിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഉള്ളത്. ഇതിനൊരു പരിഹാരം ഉടനടി വേണമെന്നത് തന്നെയാണ് കേരളത്തിന്റെയും ആവശ്യം. ഒരാഴ്ചയ്ക്ക് മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചുള്ള സുരക്ഷാ പരിശോധന വേഗത്തിലാക്കണമെന്ന മേൽനോട്ട സമിതിയുടെ യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ബേബി ഡാം ബലപ്പെടുത്തുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നതായിരുന്നു കേരളം വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അണക്കെട്ട് സന്ദർശനത്തിന് ശേഷം നടത്തിയിട്ടുള്ള യോഗത്തിലാണ് സംസ്ഥാനം സുരക്ഷാ പരിശോധനയുടെ കാര്യം ഉന്നയിച്ചത്. ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാമെന്ന നിലപാടിലാണ് തമിഴ്നാട് യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനം ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. 2001 സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തുന്നത്. കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് 5 വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് 2018 സുപ്രീം കോടതി ഉത്തരവിടുന്നത്. എന്നാൽ തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം ഇതിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 13 വർഷത്തിനിടെ 2 പ്രളയവും നിരവധി കനത്ത മഴയും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതും കാലപ്പഴക്കവും കണക്കിലെടുത്തുകൊണ്ട് അണക്കെട്ടിലെ ഉപകരണങ്ങളുടെ ക്ഷമത, ഡാമിന്റെ ചലനം, വികാസം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് കേരളത്തിന്റെ പ്രതിനിധികൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം യോഗത്തിൽ തമിഴ്നാട് പ്രതിനിധികൾ ആവർത്തിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വനം വകുപ്പ് തീരുമാനം എടുക്കേണ്ടതുണ്ടെന്ന് കേരളം അറിയിച്ചിട്ടുണ്ട്. വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്നാണ് തമിഴ്നാട് മറ്റൊരാവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ സമിതി നടത്തിയിട്ടുള്ള പരിശോധനയിൽ റോഡ് സഞ്ചാരയോഗ്യമാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരള ജലസേചന സെക്രട്ടറി അശോക് കുമാർ സിംഗ്, ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള R പ്രിയേഷ്, തമിഴ്നാട് പൊതുമരാമത്ത് സെക്രട്ടറി സന്ദീപ് സക്സേന, കാവേരി സെൽ ചെയർമാൻ R സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഇതിലുള്ള അംഗങ്ങൾ. അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ ഫിൽവേലിയിലെ 3 ഷട്ടറുകളും ഉയർത്തി പരിശോധന നടത്തിയെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കേരളം പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി കൂടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന, എപ്പോഴും പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മുല്ലപ്പെരിയാർ വിഷയവും ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഇതോട് കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.